ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ലോഗ് 369. അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഹോട്ടലാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറ. സോ ഇന്ന് നമ്മളിങ്ങനെ കാറിലിങ്ങനെ രാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ബീച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാറുകളിങ്ങനെയൊക്കെ പോകുന്നുണ്ട്, കുറേ കാർസാണ്. പിന്നെ നമ്മളുടെ ഒരു ഹോട്ടൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടേക്കൊന്നുമല്ല പോകുന്നത്. ശരിക്കും നമുക്ക് ഒരു ഹോട്ടലിലേക്ക് വേറൊരു ഹോട്ടൽ. ഈ ഹോട്ടൽ ഒരു അടിപൊളി ഹോട്ടലാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതൊരു അടിപൊളി ഹോട്ടലാണ്. പിന്നെ ഇവിടെ വൈറ്റ് ഉള്ള പൂക്കൾ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെടികളും മരങ്ങളും അടിപൊളിയായിട്ട് ഭംഗിയിൽ പൂത്തിട്ടുണ്ട്. പിന്നെ അവിടെ ലൈറ്റ് തൂക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഒരു ഫണ്ണി വീഡിയോ വരുന്നുണ്ട്, നിങ്ങളത് കണ്ടോളൂ പ്ലീസ്. സോ ആ ഫണ്ണി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ആ വീഡിയോ എങ്ങനെയുണ്ടെന്ന്. സോ നമ്മളുടെ ഫ്ലവേഴ്സിൻ്റെ പോലത്തെ ഒരു ലൈറ്റൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്നല്ല, ഞാൻ ആക്ച്വലി പറഞ്ഞത് അവിടെ വെച്ചിട്ടിട്ടതാ. പിന്നെ കണ്ടോ നമ്മളുടെ മനോഹരമായിട്ടുള്ള രാത്രിയുള്ള നല്ല അടിപൊളി ലൈറ്റ്. ആ സ്റ്റാർ കോണിൽ വെച്ച് കഴിക്കും നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതുണ്ടല്ല നമ്മളുടെ ഫ്ലവർ വേസിലൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടുക്കിൽ നിങ്ങൾക്കൊരു ഷിപ്പിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പഴയ കാലത്തെ ഷിപ്പാണ്, എന്നാലും കുറച്ച് മുമ്പത്തെ ആണ് ഈ ഷിപ്പ്. പിന്നെ നമ്മുടെ സ്റ്റാർസൊക്കെ അടിപൊളിയാണ്. സ്റ്റാർസല്ല, ഫ്ലവേഴ്സ് അടിപൊളിയാണ്. പിന്നെ ഈ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വരികയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ ലൈറ്റ് ഇങ്ങനെ അടിപൊളിയായിരിക്കും, മനോഹരമായിരിക്കും. അതിൽ ഗോൾഡും സിൽവറും ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇങ്ങനെ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ ബിൽഡിങ്സിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ തൂക്കി വെച്ച് കാണും കേട്ടോ. അടിപൊളിയായിട്ടില്ലേ കാണാൻ? നിങ്ങൾ ഒരു വർഷം ഒന്ന് ദുബായിക്ക് ഫ്രീ ഹോളിഡേയ്സിന് വന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് ദുബായിൻ്റെ ഇതെന്താണെന്നറിയും. അത്രയ്ക്കും നല്ല ഒരു സ്ഥലമാണ് കേട്ടോ ദുബായിൽ. എല്ലാവരും വന്നിട്ട് ഒന്ന് പോകണം ദുബായിക്ക്. അല്ലെങ്കിൽ ഷാർജക്കോ അജ്മാനക്കോ ഉമ്മുൽ ഖുവൈൻക്കോ റാസുൽ ഖൈമക്കോ പിന്നെ ബാക്കി കുറേ പ്ലേസസ് ഉണ്ട്. അവിടെ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടോ നമ്മളുടെ ഹോട്ടലിൽ മറ്റേ ലൈറ്റൊക്കെ തൂക്കി വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മളുടെ ബീച്ച് എത്തി, നമ്മളുടെ വീടൊക്കെ എത്താറായി. നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ. നമ്മളുടെ ബീച്ചിൽ നോമ്പൊക്കെ അതുകൊണ്ട് ബീച്ചിലും അവിടെ ഇങ്ങനെ ഇതൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബീച്ചിലത്തെ ഒരു പാർക്കാണ് കേട്ടോ. അത് നമ്മളുടെ ഏറ്റവും നല്ലൊരു പാർക്കാണ് ആ ബീച്ചിലത്തെ പാർക്ക്. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ സമയമായി, കുറേ നേരം ട്രാവൽ ചെയ്തു. പിന്നെ വീടൊക്കെ എത്താറായി. പിന്നെ നമ്മളുടെ മ്യൂസിയം വരാറായി കേട്ടാ. നമ്മളുടെ മ്യൂസിയം അതാ കണ്ടില്ലോ, ഒരു പള്ളി പോലെ. അതാണ് കേട്ടോ നമ്മളുടെ മ്യൂസിയം. മറ്റേ പള്ളിയല്ല, ഈ പള്ളിയാണ് ഞാൻ പറയുന്നത്. ഈ പള്ളി പോലത്തെ സാധനം, ആ പള്ളി പോലത്തെ സാധനത്തിന് മേലെ പോയി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മേലെ നോക്കിക്കാൻ നല്ല മതി. അവിടെ പാസ്റ്റ് പീപ്പിൾ ഉണ്ട്, ഫോട്ടോസാണ് കേട്ടുള്ളത്. പിന്നെ നമ്മളുടെ പള്ളിയിൽ എപ്പോഴും ഉള്ള പോലെ ലൈറ്റൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. വൈറ്റ് ലൈറ്റ്സ് ആണ് കേട്ടോ നമ്മുടെ പള്ളിയിലുള്ളത്. പിന്നെ ട്രാഫിക് ലൈറ്റൊക്കെ വന്ന് നമ്മൾ സ്റ്റോപ്പായി. പിന്നെ അങ്ങനെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ബിൽഡിങ്സും ഇതൊക്കെ കണ്ട് രസിച്ച് പുറത്തൊക്കെ ആസ്വദിച്ച് ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മളുടെ ഇത് വന്നത് മറ്റേ ലൈറ്റ്സൊക്കെ തൂക്കി വെച്ചിരിക്കണില്ലേ. എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ ഇവർ ഈ ലൈറ്റ്സൊക്കെ ഇവിടെ തൂക്കി വെക്കുന്നത്.